ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്റ്റഡി വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ സംഭവം ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ വന്നിക്കുകയാണ്. അപ്പോൾ ഒരു 5:30 ആ ടൈമിലാണ് സ്കൂളിൽ വന്ന് പിന്നെ വേഗം ഫ്രഷ് ആയി ഞാൻ നേരെ പഠിക്കാൻ വേണ്ടിയിരുന്നു. പഠിക്കാനല്ല കേട്ടോ, കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് തന്നെ നമുക്ക് റെക്കോർഡ് എഴുതിയിട്ട് ഞാൻ അക്കൗണ്ടൻസി റെക്കോർഡ് എടുത്തു. അങ്ങനെ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നത്. അതായത് അക്കൗണ്ടൻസി ഞങ്ങൾക്ക് ഇപ്പോഴാണ് ലാബും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് റെക്കോർഡ് എഴുതാനും തുടങ്ങിയത്. അങ്ങനെ പിന്നെ റെക്കോർഡ് എഴുതാനുള്ള പെൻസിൽ സ്കെയിൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ ഒരു നോട്ട് നോക്കിയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഒക്കെ എല്ലാവർക്കും അറിയണ്ടാവും. സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് കുറച്ച് റെക്കോർഡിന് കുറച്ച് എഴുതാനേ ഉള്ളൂ. എന്നാലും ഞാൻ അവസാനം ഒക്കെ പാടെ ബേർഡൻ അവിടെ എഴുതിയിട്ട് ഇപ്പം തന്നെ അങ്ങോട്ട് എഴുതാൻ തുടങ്ങുകയാണ്. അല്ലെങ്കിൽ പിന്നെ എക്സാമിന് ടൈം ആയി കഴിഞ്ഞാൽ ആക്കാരം റെക്കോർഡ് സബ്മിഷനൊക്കെ ഉണ്ടാവുക. പിന്നെ അപ്പം ഇടങ്ങാറാണ്ട് വെച്ചിട്ട് ഞാൻ 2-3 ഇങ്ങനെ പ്രാക്ടിക്കൽ എഴുതി വെച്ചു. പിന്നെ മാത്രമല്ല എനിക്ക് ക്ലാസ് കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ ഇരുന്ന് പഠിച്ചാലും ഒന്നും തലേക്കൊന്നും കയറില്ല. എനിക്ക് പഠിക്കാനൊന്നും തീരെ മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം റെക്കോർഡ് എടുത്തങ്ങോട്ട് എഴുതൽ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് രണ്ടാമത്തെ സെക്ഷൻ എഴുതൽ തുടങ്ങി. അപ്പം ഞാൻ മോൾ കയറിയപ്പോൾ താഴത്തുനിന്ന് ഒരു ഓറഞ്ച് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കറിയുണ്ടാവും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. അതിപ്പോൾ ഇന്ന സാധനമൊന്നും ഇല്ല. ഫ്രൂട്ട്സ് കഴിക്കാനൊന്നും കൂടി ഇഷ്ടട്ടോ. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ ബാക്കിയെല്ലാം കൂടി 2-3 കൂടി ഞാൻ വേഗം കംപ്ലീറ്റ് ആക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഫൈനലി കുറച്ചെണ്ണം ഞാൻ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ അതാണ്. പിന്നെ ഞാൻ നേരെ റെക്കോർഡ് മാറ്റി വെച്ചിട്ടോ. അപ്പോൾ തന്നെ 7:30-8 മണിക്കാവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റെക്കോർഡ് മാറ്റി വെച്ചിട്ട് ഇനി കുറച്ച് നേരം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇതാണ് എൻ്റെ കണ്ണട. ഈ കണ്ണട ഞാനങ്ങനെ പുറത്തെടുക്കലില്ല. ഇതിപ്പോൾ 1 വർഷത്തിന് ശേഷമാണ് പുറത്തെടുക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ എനിക്ക് ദൂരക്കാഴ്ച ഇപ്പോൾ കണ്ണട വെക്കായിട്ട് തോന്നുന്നുണ്ട് ഭയങ്കര കുറവാണ്. എനിക്ക് ബോർഡുമ്മക്ക് കാര്യങ്ങളൊന്നും കണ്ണ് കാണൂല. അങ്ങനെ പിന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് കണ്ണ് ചെക്ക് ചെയ്യാൻ പോയി. ഭയങ്കര പവർ കുറഞ്ഞിട്ടെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ പിന്നെയും കണ്ണട വെച്ചു. എന്നോട് പണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കുമ്പോൾ ഫോണിൽ നോക്കുമ്പോൾ ഒക്കെ കണ്ണട വെക്കണമെന്ന്. ഞാൻ വെച്ചില്ല. ഇപ്പോഴൊക്കെ നല്ല കമ്മിയുണ്ട്, ബോർഡുമ്മക്കൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇനി പിന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ കണ്ണടൊക്കെ വെച്ച് 2ാമത്തെ സ്റ്റാറ്റ് പഠിക്കായിരുന്നു. സംഭവം നിങ്ങൾ ഈ കാണുന്നത് എനിക്ക് ഈ പാഠം ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല. നോട്ട് കംപ്ലീറ്റ് ആണ്. പക്ഷേ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കണോണ്ട് തന്നെ എനിക്ക് പാഠങ്ങളൊന്നും അറിയില്ല. അപ്പം ഞാനിങ്ങനെ ആദ്യം മുതലേ ക്ലാസ് കേട്ട് ഇങ്ങനെ പഠിച്ചു തരികയാണ്. അങ്ങനെ ഇപ്പം ഞാൻ എന്താ പറയുക, പൊട്ടിന് തേങ്ങട്ടമാതിരി അടിക്കടിക്ക് ഇങ്ങനെ ലീവ് എടുക്കണോണ്ട് എനിക്ക് കുറേ പാഠങ്ങളൊക്കെ അറിയില്ല. അപ്പം എന്തായാലും ഞാൻ ആദ്യം മുതലേ പഠിച്ചിരിക്കാൻ തുടങ്ങണം. പക്ഷെ എന്തോ ഇപ്പോൾ ഒരു ടൂറിൻ്റെ സബ്ജക്റ്റിൻ്റെ ഒക്കെ വൈബായിട്ട് തീരെ പഠിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഗൈസ് ഇപ്പോൾ ടൈം 11 മണി ആയിക്കണു. ഇന്നിക്ക് നിൽക്കാൻ വയ്ക്കൂല. എക്സാമിനല്ലാതെ 10 മണിക്ക് ശേഷം ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കാൻ വയ്ക്കൂല. ഫോണും എത്ര നേരം വേണമെങ്കിലും കളിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്താ വെച്ചാൽ സ്റ്റാർട്ട് നിർത്താം. ഇനി കുറച്ച് നേരം നമുക്ക് അക്കൗണ്ടൻസി റെക്കോർഡ് ബാക്കി കൂടി എഴുതാണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം എഴുതാം. ഫുള്ള് എഴുതണമെന്നില്ല, ബാക്കി എഴുതാതെ മാത്രം എഴുതിയിട്ട് നമുക്ക് പോയിട്ട് കടന്നുറങ്ങാം. അപ്പോൾ എന്തായാലും അത് എഴുതാം. സത്യം പറഞ്ഞാൽ എൻ്റെ സ്റ്റാറ്റിൻ്റെ നോട്ടുണ്ടെങ്കിൽ ഞാൻ ആ കളി പോയിരിക്കുകയാണ്. കുറച്ചൊക്കെ മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് നേരം സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ഇരുന്നത്. ഇതിന് റെക്കോർഡ് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യുക, അന്ന് കുറച്ച് സമാധാനത്തിൽ എഴുതും ചെയ്യാച്ചിട്ട്. അങ്ങനെ പിന്നെ ബാക്കി വന്ന 2-3 പ്രാക്ടിക്കൽ കൂടി നമ്മൾ റെക്കോർഡ് എഴുതി. എന്തോ റെക്കോർഡ് ചെയ്തിട്ട് നല്ല ഇഷ്ടം. വലിയ നമ്മളിങ്ങനെ ഒരു ബുക്കിൽ നിന്ന് നോട്ടിക്ക് ഇങ്ങനെ റെക്കോർഡിക്ക് ഇങ്ങനെ നോക്കി എഴുതാമല്ലോ. അപ്പോൾ അധികം പണിയൊന്നുമില്ല വെച്ചിട്ട് ഞാനിങ്ങനെ വേഗം അതും എഴുതി കഴിച്ചു. അങ്ങനെ ഗൈസ് നമ്മൾ ഈ കണ്ണ് വെച്ചിട്ടൊക്കെ ഒന്നും തെറ്റിയിരിക്കണ്ട. കണ്ണ് കാണാതായിക്കോളും. ഇപ്പോൾ ക്ലാസ്സിലൊന്നും ബാക്ക് പോയിരുന്നൊക്കെ മുന്നിൽ കണ്ണേ കാണൂല. പിന്നെ ഡോക്ടർ പിന്നെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണട വെക്കാൻ പറഞ്ഞു. അപ്പോൾ എഴുതുമ്പോഴും പഠിക്കുമ്പോൾ കണ്ണട വെക്കാൻ പറഞ്ഞു. അങ്ങനെ വെച്ചാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഉച്ചക്ക് സത്യം പറഞ്ഞാൽ പോലത്തെ ഉറങ്ങിയതാണ്. രാത്രി കുറേ ഇരിക്കാൻ പറ്റില്ല. പക്ഷെ നടന്നില്ല. അപ്പോൾ ഇനി എന്തായാലും ഞാൻ പോയി കടന്നുറങ്ങട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി വ്ളോഗിൻ്റെ അവസ്ഥ. ഇനി സത്യം പറഞ്ഞാൽ +2 ട്രിപ്പും സബ്ജിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പഠിക്കാലം മൂട് വരുള്ളൂ. അപ്പോൾ ഒരു ക്രിസ്മസ് എക്സാം ആവും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ മതി. എന്തായാലും ഇത്രയുള്ളത്തെ സ്റ്റഡി വ്ളോഗ്. പിന്നെ നമുക്ക് കാര്യമായിട്ട് ടെസ്റ്റ് പേപ്പർ കാര്യങ്ങളൊന്നും സ്കൂളിൽ നടക്കണില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചാപ്റ്റർ പിന്നെ ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന് എഴുതിയിട്ട് നമുക്കൊന്ന് പഠിക്കൽ ചെയ്യാം. അതുമില്ല. ഒക്കെ ഇപ്പോൾ അറിയില്ല. കാരണം പിന്നൊക്കെ എന്താ വെച്ചാൽ +1 ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. എക്സാമിൻ്റെ ടൈമിലാണ് ഒരു സീരിയസ് വരിക. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതാക്കണില്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ എന്തായാലും അടുത്ത വീഡിയോ തരാം. അതുവരെയും ബായ്. ഞാൻ എന്തായാലും പോയി ഉറങ്ങട്ടെ. ഇവനിപ്പോൾ അതിനെ കാത്തിക്കണ്. ഇവൻ്റെ അടുത്ത് കടന്നുറങ്ങുക. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പോയി ഉറങ്ങട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.